PSC പരീക്ഷാ ക്രമക്കേടിൽ സമരം ശക്തമാക്കാൻ യുവമോർച്ച. നാളെ വൈകിട്ട് 3 മണിക്ക് PSC ആസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിക്കും. PSC ചെയർമാന്റെ അനുമതിക്ക് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ കാത്തു നിൽക്കേണ്ട സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുപ്രസാദിന്റെ വാക്കുകളിലേക്ക്. PSCയുടെ അന്വേഷണത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ പറ്റാത്ത, PSCയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചൊന്നും ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാത്തൊരു അന്വേഷണ സംഘത്തെ PSCയുടെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. PSC ചെയർമാൻ്റെ അനുമതിയും കാത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരേ സമയത്ത് കഴിഞ്ഞ സർക്കാരിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും അതോടൊപ്പം ജനങ്ങളുടെ കണ്ണിലും യുവാക്കളുടെ കണ്ണിലും പൊടിയിടുക എന്നൊരു ഉത്തരവാദിത്വവും VD സതീശൻ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദിലീപ് ചേരുന്നു. ദിലീപ്, ഈ PSCക്കെതിരെ വലിയ ആക്ഷേപങ്ങളാണല്ലോ ഉയർന്നു വരുന്നത്. കുത്തഴിഞ്ഞ സംവിധാനമായി PSC മാറി. ഇത് പിണറായി സതീശൻ കമ്മീഷനായി മാറിയെന്ന് നിയമസഭയ്ക്കുള്ളിൽ BB ഗോപകുമാർ MLA, BJP MLA പറഞ്ഞതാണ്. ഇപ്പോൾ യുവമോർച്ച ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കുകയാണ്. അടുത്ത ദിവസം രാപ്പകൽ സമരം അവിടെ PSC ഓഫീസിന് മുമ്പിൽ ആരംഭിക്കുന്നു. മനുപ്രസാദ് സംസ്ഥാന അധ്യക്ഷനാണ് ഇക്കാര്യം പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ദിലീപ്. വിനോദ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ട് ഏകദേശം 1 മാസം പിന്നിടുകയാണ്. എന്നിട്ട് പോലും PSC ചെയർമാനെ ചോദ്യം ചെയ്യാനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഭരണമാണ് ഇവിടെ നടത്തുന്നത്? വീണ്ടും പിണറായിയാണോ ഭരിക്കുന്നത് എന്നടക്കമുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ സമരം ശക്തമാക്കാൻ യുവമോർച്ച തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിക്ക് PSC ആസ്ഥാനത്താണ് സമരം നടത്തുന്നത്. രാപ്പകൽ സമരമാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന സമരം പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. അതേസമയം ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട്, അതായത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് പോലും നിയമനം വൈകുന്നു എന്നടക്കമുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് LPSC റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ആദ്യം മുതൽക്ക് തന്നെ അതിന് പിന്തുണ നൽകുകയും നിരന്തരമായി സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്തുകയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി അറിയിക്കുകയും ചെയ്ത സംഘടനയാണ് യുവമോർച്ച. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് LPSC റാങ്ക് ഹോൾഡേഴ്സിലെ ഉദ്യോഗാർത്ഥികളുമായി വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ ചർച്ച നടത്തുകയും പിന്നീട് ആ ഒരു വിഷയം പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിയത് പോലും അതിന് മുൻകൈയെടുത്തതും അതോടെ തന്നെ ആ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതും യുവമോർച്ചയാണ്. അത്തരത്തിൽ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അന്വേഷണം വൈകുന്നതിൽ സമരം ഘടിപ്പിക്കുകയാണ് ഇപ്പോൾ യുവമോർച്ച തീരുമാനിച്ചിരിക്കുന്നതും. അതേസമയം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ PSC അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 21ആണ്. നമുക്കറിയാം UPSCക്ക് പോലും ഇത്ര അംഗബലമില്ല. എന്നിട്ട് എന്തിനാണ് PSCക്ക് ഇത്തരം 21 പേർ അംഗബലമുണ്ടത്, അല്ലെങ്കിൽ അംഗബലത്തിന്റെ കാര്യമുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ അംഗബലം കുറയ്ക്കുക എന്നടക്കമുള്ള കാര്യമാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് വ്യക്തമാക്കിയത്. എന്തായാലും സ്വാഭാവികമായിട്ടും സമരം ശക്തമാക്കി ഇതിനെതിരെ, അതായത് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാളെ PSC ആസ്ഥാനത്ത് സമരം ശക്തമാക്കുന്നത് യുവമോർച്ച. വിനോദ്.